ലോക്സഭയിലെ സീറ്റ് എണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിലെത്തുന്നു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. 3 ബില്ലിനെയും എതിർത്ത് വോട്ട് ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷമുണ്ടെങ്കിലേ ബില്ല് പാസ്സാക്കാനാകൂ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ബില്ല് പാർലമെന്റ് പരിഗണനയ്ക്ക് വരികയാണ്. നമുക്കറിയാം, വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അത് ശക്തമാക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആരായിരിക്കും ബില്ല് സഭയിൽ അവതരിപ്പിക്കുക? പ്രധാനമന്ത്രി സംസാരിക്കാനിടയുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാം? ഗുഡ് മോർണിംഗ് അമൃത അമൽ. എന്തായാലും ഈ നേരത്തെ തന്നെ പാസ്സാക്കിയതാണ് വനിതാ സംവരണ ഭേദഗതി ബില്ല്. അത് വീണ്ടും വരുമ്പോൾ അവിടെ 3 ബില്ലുകളാണ് ഇന്ന് പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് വനിതാ സംവരണ ഭേദഗതി ബില്ലും അതിനോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണയ ബില്ലും പിന്നെയുള്ളത് കേന്ദ്രഭരണ നിയമ ഭേദഗതി ബില്ലുമാണ്. അങ്ങനെ 3 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഈ സഭയിൽ അവതരിപ്പിക്കാനായി വരിക. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആയിരിക്കും ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരല്ല പ്രതിപക്ഷം. പക്ഷേ ഈ മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന ബില്ല് അത് കൃത്യമായി BJP രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കൊണ്ടുവരുന്നതാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് എന്ന പേരിൽ അതിന്റെ മറവിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ല് ഒപ്പം തന്നെ കേന്ദ്രഭരണ നിയമ ഭേദഗതി ബില്ല് എന്നിങ്ങനെ 2 ബില്ലുകൾ കൂടി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ആ ഘട്ടങ്ങളിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് നേട്ടം കൊയ്യുക എന്നത് BJPയുടെ ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന്, ഈ മണ്ഡല പുനർനിർണയത്തിലൂടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അത് ഉത്തരേന്ത്യയിൽ രൂപീകരിച്ചെടുക്കുക എന്ന ഒരു പദ്ധതി കൂടി BJP ലക്ഷ്യമിടുന്നുണ്ട്. അതായത് BJPക്ക് നേട്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് മേൽക്കൈ കിട്ടുന്ന ഇടങ്ങൾ അവിടെ മണ്ഡലങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന 2029 തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുക, 3-ൽ 2 ഭൂരിപക്ഷം നേടിയെടുക്കുക. അതിലൂടെ ഈ ഭരണഘടനാ ഭേദഗതിയെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം നടത്തുവാൻ കഴിയും. അതിനുള്ള പദ്ധതികളാണ് BJP നടത്തുന്നത് എന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. എന്തായാലും ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 18 മണിക്കൂർ ചർച്ച ഈ ബില്ലിന്മേൽ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. രാജ്യസഭയിലും ഈ ബില്ലിന്മേൽ ചർച്ചകൾ നടക്കും. പ്രധാനമന്ത്രി എന്തായാലും സഭയിൽ സംസാരിക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. പ്രതിപക്ഷം പറയുന്നത് ഉറപ്പായും ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെയും ഒപ്പം തന്നെ കേന്ദ്രഭരണ നിയമ ഭേദഗതി ബില്ലിനെയും ശക്തമായി തന്നെ എതിർക്കും, അതിനെതിരെ വോട്ട് ചെയ്യും എന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്നലെയാണ് ഇന്ത്യ മുന്നണി യോഗം ചേർന്നത്. ആ യോഗത്തിൽ നേതാക്കൾ എടുത്ത തീരുമാനവും അത് തന്നെയാണ്. അതായത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിപ്പോൾ പറഞ്ഞല്ലോ 3-ൽ 2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ലിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബില്ല് തള്ളിപ്പോകാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ് അച്യുതൻ? അമൃത, തീർച്ചയായിട്ടും ആ 3-ൽ 2 ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ പ്രതിപക്ഷ പിന്തുണ ഇല്ലാതെ ഈ ബില്ല് പാസ്സാക്കുവാനായി കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി തേടിക്കൊണ്ട് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ഈ പ്രതിപക്ഷത്തോട് സംസാരിക്കുകയും പ്രധാനമന്ത്രി നേരിട്ട് എംപിമാർക്ക് കത്തയക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യമായ ഒരു ഘടകമാണ്. എന്നാൽ എംപിമാർ പറയുന്നത് ഇതിനെ ഇപ്പോൾ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വലിയ ദോഷം ചെയ്യും. കാരണം അവർക്ക് അനുകൂലമായ ഇടങ്ങളിലെ ഈ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് അവർക്ക് സ്വന്തമായി ഈ 3-ൽ 2 ഭൂരിപക്ഷം നേടിയെടുക്കുവാനും ഒപ്പം അതിലൂടെ ഭരണഘടനാ ഭേദഗതികൾ അവരുടെ ഇഷ്ടപ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നടത്തുവാനുമാണ് BJP പദ്ധതിയിടുന്നത്. അപ്പോൾ അത് അനുവദിച്ചുകൂടാ എന്നതാണ് പ്രതിപക്ഷം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിമർശനമായി ഉന്നയിക്കുന്നത്. എന്തായാലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സമ്മേളന നടപടികൾ പാർലമെന്റ് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അമൃത അമൽ. ഏതായാലും ബില്ല് ഇന്നിപ്പോൾ സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇത് തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.